ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ലിറ്ററേച്ചർ അഥവാ സാഹിത്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ അവാർഡ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവാർഡുകൾ എല്ലാ തരത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലേ. PSCയുടെ എക്സാമുകൾ ഏത് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും അവാർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള പ്രധാനപ്പെട്ട ചില അവാർഡുകൾ എന്ത് ചെയ്യുകയാണ്, നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അധികം വൈകാതെ നമുക്ക് സാഹിത്യത്തിലെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകൾ നോക്കാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഏതൊരു അവാർഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ അവാർഡിൻ്റെ ജേതാവ്, അതായത് പേഴ്സൺ, ആ വ്യക്തി ആര് എന്നതെന്ന് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇയർ, ഏത് വർഷത്തെ അവാർഡാണ് ചോദിക്കുന്നത് എന്നെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഏത് വർക്കിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്നെന്ത് ചെയ്യുക നോക്കുക. സോ ആ അവാർഡ് ലഭിച്ച ആൾ ഏത് വർഷത്തെ അവാർഡാണ് എന്നത്, ഏത് വർക്കിനാണ്, ഏത് പെർട്ടിക്കുലർ ആയിട്ടുള്ള കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ലിറ്ററേച്ചർ, സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകളിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോരോ അവാർഡുകളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം. ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും വലിയ അവാർഡായിട്ട് നമ്മൾ കണക്കാക്കുന്ന ജ്ഞാനപീഠ അവാർഡാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച മലയാളികൾ എന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 1 മണിക്കൂറിന് മുകളിൽ വരുന്നൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ MT വാസുദേവൻ നായരുടെ നമ്മൾ ആ കൂട്ടത്തിൽ ചെയ്തിരുന്നില്ല. കാരണം MT വാസുദേവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ MTയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു ക്ലാസ് ചെയ്തിരുന്നു. സോ MTയെ കുറിച്ചൊരു ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ്, യൂട്യൂബിലുണ്ട്. മലയാളികളായിട്ടുള്ള ജ്ഞാനപീഠ ജേതാക്കളെ കുറിച്ച് മറ്റൊരു ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിലും അവൈലബിൾ ആണ് ബാക്കിയുള്ള ക്ലാസ്സുകൾ. അതുകൊണ്ട് ജ്ഞാനപീഠ അവാർഡ് ഈ കഴിഞ്ഞ 3 കൊല്ലങ്ങളിൽ ലഭിച്ച ആളുകളെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. മലയാളികളായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി 2024 വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരുന്നത്. ഹിന്ദി ഭാഷയ്ക്കാണ് 2024 എന്ത് ലഭിക്കുന്നത്, ഈ രീതിയിൽ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഹിന്ദി ഭാഷയ്ക്കാണ് ലഭിക്കുന്നത്. ഹിന്ദി ഭാഷയിലാണ് വിനോദ് കുമാർ ശുക്ല രചനകൾ നടത്തിയിരുന്നത്. 2023 പോകുമ്പോൾ അത് 2 ആളുകൾക്കാണ് ലഭിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് രാമഭദ്രാചാര്യയാണ്, മറ്റൊന്ന് ഗുൽസാറാണ്. ആരൊക്കെയാണ്? രാമഭദ്രാചാര്യയാണ്, മറ്റൊന്ന് ഗുൽസാറാണ്. രാമഭദ്രാചാര്യ സാൻസ്ക്രിറ്റിൽ അവാർഡ് ലഭിക്കുന്ന 2ാമത്തെ ആൾ മാത്രമാണ്. ഗുൽസാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുൽസാറിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണത്തിലേക്ക് ഇവിടെ കടക്കുന്നില്ല. ഉറുദു ഭാഷയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഗുൽസാറിന് അവാർഡിന് അർഹനാക്കുന്നത്. ഉറുദുവിലുള്ള രചനയാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഇനി 2022 പോവുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ദാമോദർ മൗസോനാണ്. ആർക്കാണ്? ദാമോദർ മൗസോനാണ്. കൊങ്കണി ഭാഷയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അവാർഡ് ലഭിക്കുന്നത്. കൊങ്കണി ഭാഷയിലാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ ഉണ്ടായിരുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷം 24, 23, 22 വർഷങ്ങളിൽ ലഭിച്ച അവാർഡുകൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ അടുത്തായിട്ട് കൂടുതലായിട്ട് വന്നു കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത്. സരസ്വതി സമ്മാൻ പുരസ്കാർ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ഇതും എന്താണ്, ബിർള ഗ്രൂപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, സരസ്വതി സമ്മാനും ബിർള ഗ്രൂപ്പ് തന്നെയാണ് ചെയ്യുന്നത്. 22 ലാംഗ്വേജുകൾ ഉണ്ടല്ലോ നമ്മുടെ 8th ഷെഡ്യൂളിൽ. ഈ 22 ലാംഗ്വേജുകളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അവാർഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യത്തെ അവാർഡ് ലഭിക്കുന്നത് 1991 ഹരിവൻഷ റായ് ബച്ചനാണ്. പലപ്പോഴും അവാർഡുകളിലെ ഫസ്റ്റ് ആർക്ക് ലഭിച്ചു എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു അവാർഡ് തന്നിട്ട് ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്ക് എന്ന ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. അതുകൊണ്ട് 1991 ആദ്യ അവാർഡ് ഹരിവൻഷ റായ് ബച്ചനാണ് ലഭിക്കുന്നത്. ആദ്യത്തെ മലയാളി സരസ്വതി സമ്മാൻ പുരസ്കാർ നേടുന്നത് 1995 ബാലാമണി അമ്മയായിരുന്നു. നിവേദ്യം എന്ന് പറയുന്ന ബാലാമണി അമ്മയുടെ ഒരു കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. നിവേദ്യം എന്ന് പറയുന്നത് എന്താണ്? കവിതാ
സമാഹാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? കവിതാ സമാഹാരമായിരുന്നു നിവേദ്യം. ഇതിനാണ് എന്ത് ചെയ്യുന്നത്, അവാർഡ് ലഭിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും അവസാനത്തെ 2024 വർഷത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട അവാർഡ് കിട്ടിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭദ്രേഷ് ദാസ് സ്വാമിയാണ്. ആരാണ്? ഭദ്രേഷ് ദാസ് സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ രചനയായിട്ടുള്ള സ്വാമി നാരായണ സിദ്ധാന്ത സുധ, ഏതാണ്? സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന് പറയുന്ന കൃതിക്കാണ്, ഭദ്രേഷ് ദാസ് സ്വാമിക്കാണ് 2024 സരസ്വതി സമ്മാൻ പുരസ്കാർ ലഭിക്കുന്നത്. 2023 മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ് അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതി, രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അവസാനമായി സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളി പ്രഭാവർമ്മയാണ്. ആദ്യമായി അവാർഡ് ലഭിച്ച മലയാളി ബാലാമണി അമ്മയാണ്. രണ്ടും എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി 2022 ശിവശങ്കരി എന്ന പേരായിട്ടുള്ള ഒരാൾക്കും 2021 രാം ദരഷ് മിശ്രയ്ക്കുമാണ് എന്ത് കിട്ടുന്നത്, സരസ്വതി സമ്മാൻ കിട്ടുന്നത്. ഇതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം, സരസ്വതി സമ്മാൻ പുരസ്കാരം, ഇത് രണ്ടിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ? അടുത്ത പ്രധാനപ്പെട്ട അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം. ദേശീയ തലത്തിൽ എങ്ങനെയാണോ ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റവും വലിയ ഒരു എന്താ പറയുക പുരസ്കാരമായി മാറുന്നത്, പക്ഷേ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റേതല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അത് ഗവൺമെൻറ്റിൻ്റേതല്ല. പക്ഷേ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള. കേരള ഗവൺമെൻറ് നൽകുന്ന ഹയസ്റ്റ് ലിറ്ററേച്ചർ അവാർഡ് അല്ലെങ്കിൽ ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഏത് വർഷമാണ് ഇത് ആരംഭിക്കുന്നത്? 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകാനായിട്ട് ആരംഭിക്കുന്നത്. 50,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മണിയായിട്ട് വരുന്നത്, സമ്മാന തുകയായിട്ട് വരുന്നത് 50,000 രൂപയാണ്. ആദ്യത്തെ ആൾ, അതായത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് നമ്മുടെ ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു. ആരായിരുന്നു? ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു. ഈ പേര് പല തവണയായിട്ട് PSCയുടെ എക്സാമുകളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടു തന്നെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കാരണം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഒരു പുരസ്കാരമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കേരള ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും വലിയ എന്താ പറയുക പുരസ്കാരമാണ്. മനസ്സിലാണ്ടോ? അയ്യോ ക്ഷമിക്കണം, ഇത് 50,000 രൂപയല്ല കേട്ടോ, ഇത് 5 ലക്ഷം രൂപയാണ്. തെറ്റുപറ്റിയതാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ 50, അവിടെ ടൈപ്പോയിൽ ഒരു 0 വിട്ടുപോയതാണ്, ക്ഷമിക്കണം. 5 ലക്ഷം രൂപയാണ്, 50,000 രൂപയല്ല. ഓക്കെ, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലാർജസ്റ്റ് അവാർഡ് ഇൻ കേരള. സോ അത് 5 ലക്ഷം രൂപയാണ് ഉള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സോ 5 lakh rupees ഇനി ആദ്യത്തെ അവാർഡ് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് എന്നെന്ത് ചെയ്തു പറയുകയുണ്ടായി. ഇനി 2022 അവാർഡിന് അർഹനായത് സേതുവായിരുന്നു. എഴുത്തുകാരൻ സേതുവാണ് അവാർഡിന് അർഹനായത്. 2023 വരികയാണ് എന്നുണ്ടെങ്കിൽ SK വസന്തനായിരുന്നു 2023 എന്ത് ചെയ്യുന്നത്, അവാർഡ് ലഭിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? SK വസന്തനായിരുന്നു. 2024 അവസാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ഒരാൾ, ആദ്യ സ്ത്രീ ആരായിരുന്നു? ബാലാമണി അമ്മയായിരുന്നു. 1995 ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നത് 1995, അതായത് തേർഡ് അവാർഡ്, മൂന്നാമത്തെ അവാർഡാണ് ചെയ്യുന്നത് ബാലാമണി അമ്മയ്ക്ക് ലഭിക്കുന്നത്. ആദ്യത്തെ അവാർഡ് ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു. രണ്ടാമത്തെ അവാർഡ് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കായിരുന്നു. രണ്ടാമത്തേത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്, പിന്നീട് ബാലാമണി അമ്മ മൂന്നാമത്, പിന്നെ KM ജോർജ്, പൊൻകുന്നം വർക്കി, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ലിസ്റ്റ് മുന്നോട്ടേക്ക് പോയിരുന്നത്. അപ്പോൾ അവസാനമായിട്ട് അവാർഡ് ലഭിക്കുന്നതാണ് ആരാണ്? ഈ ചിത്രത്തിൽ കാണുന്ന ശ്രീ NS മാധവനായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. 50,000 രൂപ. ഈ 50,000 നിങ്ങൾക്ക് വേണ്ടി ഓർത്ത് വെക്കാം കേട്ടോ. അതായത് ഈ അടുത്താണ് 50,000 രൂപ എന്ത് ചെയ്തത്, അവാർഡ് തുകയിൽ വർദ്ധിപ്പിച്ചത്. അത് വേണമെങ്കിൽ ഓർത്ത് വെക്കാം നിങ്ങൾക്ക്. 50,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അവാർഡ് തുകയിൽ വർധന വരുത്തുന്നുണ്ട്. 2011 മുതൽ, ഈ അടുത്തെന്ന് വെച്ചാൽ ഉടനെ അല്ല, 2011 ഒരു 50,000 രൂപ കൂടി കൂട്ടിയിട്ട് തുക ഇപ്പം എത്രയാണ്? 5 ലക്ഷം.
5 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത് നിലവിലെ സമ്മാനത്തുക എന്ന കാര്യം എന്ത് ചെയ്യുക ഒന്ന് ആലോചിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങൾ, സമ്മാനത്തുക, ആദ്യമായി ലഭിച്ച ആള്, കഴിഞ്ഞ 3 വർഷങ്ങളിൽ അവാർഡുകൾ ലഭിച്ച ആള്, ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്നത് വർഷം, ആളുടെ പേര് ബാലാമണി അമ്മ 1995. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് ഓടക്കുഴൽ അവാർഡാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓടക്കുഴൽ അവാർഡ് അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് ഏർപ്പെടുത്തുന്നത്? ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയും അതിൻ്റെ ഒരു പ്രൈസ് മണിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അദ്ദേഹം ഒരു ഓടക്കുഴൽ അവാർഡ് എന്ത് ചെയ്യുന്നു ഏർപ്പാടാക്കുകയും ചെയ്യുകയാണ് അല്ലേ. 1968 എന്ത് ചെയ്യുന്നത് ഇത് അദ്ദേഹം ഈ അവാർഡ് തുടക്കമിടുന്നത് ഈ ഒരു വർഷമാണ്. പിന്നീട് ഇതിപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഇത് കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ അവാർഡ് കൊടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ ഓടക്കുഴൽ അവാർഡ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. 30,000 രൂപയാണ് അതിൻ്റെ അവാർഡ് തുക എന്ന് പറയുന്നത്. 30,000 രൂപയാണ് അവാർഡ് തുക. PSCയിലെ പല എക്സാമുകളിലും മിക്കവാറും കാണുന്ന ഡേറ്റുകളിലും വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 1969 തുളസീദാസ രാമായണം എന്ന് പറയുന്ന കൃതിക്ക് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു എന്ന രീതിയിലാണ് പലപ്പോഴും പലയിടങ്ങളിലും ആദ്യ അവാർഡ് എന്ന രീതിയിൽ കാണുന്നത്. പക്ഷേ 1968 നാരായണീയത്തിൻ്റെ തമിഴ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഏതാണ്? നാരായണീയം. നാരായണീയത്തിൻ്റെ തമിഴ് ട്രാൻസ്ലേഷന് ബാലകവിരാമന് ആണ് ആദ്യ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് എന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതാനായിട്ട് നോക്കുക. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മാത്രമേ ഓപ്ഷനിലുള്ളൂ എന്നുണ്ടെങ്കിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പും ബാക്കി 4 പേരുമാണെങ്കിൽ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുക. ബാലകവിരാമൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി 1969 ആദ്യത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡ് എന്ന തലത്തിൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ലഭിക്കുന്നുണ്ട്. തൊട്ടടുത്ത വർഷം 1970 OV വിജയന് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസിന് അവാർഡ് ലഭിക്കുകയാണ്. ആദ്യമായി ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്ന വനിത എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനമാണ്. 1977 ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായിട്ടുള്ള അഗ്നിസാക്ഷിക്കാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അഗ്നിസാക്ഷിക്കാണ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2022 അംബികാസുധൻ മാങ്ങാടിന് ഏതാണ് കിട്ടുന്നത്? പ്രാണവായു എന്ന് പറയുന്ന കൃതിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നു. 2023 PN ഗോപികൃഷ്ണന് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്ക് PN ഗോപികൃഷ്ണന് അവാർഡ് ലഭിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡ്, ഏറ്റവും അവസാനമുള്ള അവാർഡ് K അരവിന്ദാക്ഷന് 2024 ഗോപ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിന് അവാർഡ് ലഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഓടക്കുഴൽ അവാർഡ്, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്, അവാർഡ് തുക, ആദ്യ അവാർഡ് OV വിജയൻ, രണ്ടാമത്തെ അവാർഡ് ആദ്യ വനിത ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിക്കാണ്. അവസാനത്തെ 3 കൊല്ലത്തെ അവാർഡുകൾ. ഇതിൽ ഏറ്റവും അവസാനത്തെ K അരവിന്ദാക്ഷൻ 2024 ഗോപ എന്ന് പറയുന്ന നോവൽ. പ്രത്യേകം എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇദ്ദേഹമാണ് K അരവിന്ദാക്ഷൻ, ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ ആ ഭാഗത്ത്. അടുത്ത അവാർഡ് വയലാർ അവാർഡ്. വയലാറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം വളരെ വിപ്ലവ കവിയായിരുന്നു. തൻ്റെ തൂലികയെ പടവാളാക്കിയ ചട്ടവാറാക്കിയായിട്ടുള്ളൊരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് തുടങ്ങുന്നത് 1977 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ആദ്യത്തെ വയലാർ അവാർഡ്, ഫസ്റ്റ് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന് പലതവണയായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് 1977 ആദ്യത്തെ അവാർഡ് ലഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം 1978 PK ബാലകൃഷ്ണന്റെ അതിപ്രശസ്തമായിട്ടുള്ള നോവലായിട്ടുള്ള മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോവലായിട്ടുള്ള ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നുണ്ട്. ഇനി അവസാനത്തെ വർഷങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2022 S ഹരീഷിന് മീശ എന്ന് പറയുന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുന്നു. 2023 ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുന്നു. 2024 അശോകൻ ചെരുവിലിന് കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്ക് അവാർഡ് ലഭിക്കുന്നു. ഓക്കെ അല്ലേ? അവസാനത്തെ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ്. 2024 കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല ആ ഭാഗത്ത് എന്ന് വിശ്വസിക്കുകയാണ്. സോ വയലാർ അവാർഡ്.
അടുത്ത അവാർഡിലേക്ക് നമുക്ക് കടന്നാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവാർഡ് അത് ബുക്കർ പ്രൈസിനെ കുറിച്ചാണ്. ബുക്കർ പ്രൈസ് നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് ബുക്കർ പ്രൈസും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും. ഈ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് UK-യിലും അതുപോലെ തന്നെ എന്താ പറയുക അയർലൻഡിലും രചിക്കപ്പെട്ട കൃതികൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട കൃതികൾ, ഇത്തരം കൃതികൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് ഏതാണ്? ബുക്കർ പ്രൈസ് ആണ്. ഇവ ഓരോന്നിൻ്റെയും എന്താ പറയുക സമ്മാനം നേടിയ ആളുകളെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അവസാനമായിട്ടുള്ള അവാർഡ് 2024 സമാന്ത ഹാർവിക്കാണ് ലഭിക്കുന്നത്. ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു സയന്റിഫിക് എന്താ പറയുക ഡ്രാമയായിട്ടുള്ള ഒരു കൃതിയാണത്. അപ്പോൾ സമാന്ത ഹാർവിക്ക് ലഭിക്കുന്നു 2024 അവാർഡ്. 2023 അവാർഡ് പോൾ ലിഞ്ചിനാണ് ലഭിക്കുന്നത്. പ്രൊഫറ്റ് സോങ് എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. 2022 കിട്ടുന്നത് ഷേഹൻ കരുണതിലകെ. ഏതാണ്? ഷേഹൻ കരുണതിലകെ. അദ്ദേഹം ഒരു ശ്രീലങ്കക്കാരനാണ്. അദ്ദേഹം ഏതായിരുന്നു? ശ്രീലങ്കക്കാരനായിരുന്നു അദ്ദേഹം. ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ, ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൃതി ലഭിക്കുന്നത്, ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. ഷേഹൻ കരുണതിലക ശ്രീലങ്കക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. 2022 അവാർഡ്. 2023 പോൾ ലിഞ്ച് പ്രോഫറ്റ് സോങ്. 2024 സമന്ത ഹാർവി ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഡ്രാമയ്ക്കാണ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലേക്ക് പോകാം. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2024 ലഭിക്കുന്നത് ജെന്നി എർപെൻബെക്കിനാണ്. ഏതാണ്? ജെന്നി എർപെൻബെക്ക്. ഇത് മിക്കവാറും കൃതികളെല്ലാം മറ്റ് ഭാഷകളിൽ നോക്കൂ, ജർമ്മൻ, ബൾഗേറിയൻ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഒറിജിനൽ കൃതി എഴുതപ്പെടുകയും അത് എന്ത് ചെയ്യുന്നുണ്ട് ഈ അവസാനം കൊടുത്ത ആളുകളാണ് അത് തർജ്ജമ ചെയ്തിട്ടുള്ള വിവർത്തനം ചെയ്തിട്ടുള്ള ആളുകൾ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ജെന്നി എർപെൻബെക്ക് എന്ത് ചെയ്യുകയാണ് ജർമ്മൻ ഭാഷയിൽ കെയ്റോസ് എന്ന് പറയുന്ന ഒരു കൃതി എഴുതി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് മൈക്കേൽ ഹോഫ്മാൻ ആണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോർജി ഗോസ്പോഡിനോവ് ടൈം ഷെൽട്ടർ എന്നൊരു കൃതി എന്ത് ചെയ്തു ബൾഗേറിയൻ ഭാഷയിൽ എഴുതുന്നു. അത് ആഞ്ചല റോഡൽ എന്ത് ചെയ്യുന്നു അത് തർജ്ജമ ചെയ്യുന്നു. ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്ന കൃതിയാക്കിയിട്ട് അതിനെ മാറ്റുന്നത്, ഹിന്ദി കൃതിയെ ടോംബ് ഓഫ് സാൻഡ് ആക്കി മാറ്റുന്നത് ഡെയ്സി റോക്ക്വെൽ ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് 2 പേർക്കും എന്ത് ലഭിക്കും? പുരസ്കാരങ്ങൾ ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ കൃതി എഴുതിയ ആൾക്കും ലഭിക്കും, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിക്കും എന്ത് ചെയ്യും അവാർഡ് ലഭിക്കുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ 3 കൃതികളും എന്ത് ചെയ്യുക ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ബുക്കർ പ്രൈസ് ലഭിച്ച ആളുകൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആളുകൾ, ഏറ്റവും അവസാനം ലഭിച്ച ആളുകളെ തീർച്ചയായും ഓർത്തിരിക്കുക. ബാക്കിയുള്ളവരെ കുറിച്ചും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ചോദ്യങ്ങളെല്ലാം വരാം. പ്രത്യേകിച്ച് ഇവിടെ വിവർത്തനം ചെയ്ത ആളെ കൂടി മൈക്കൽ ഹോഫ്മാനെ കൂടി ഓർക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്, ക്ഷമിക്കണം, അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നോക്കൂ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പല തലങ്ങളിൽ കൊടുക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പല തലങ്ങളിൽ അത് ലഭ്യമാക്കാറുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഓരോ വർഷവും ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ ലഭ്യമാക്കുകയും ചെയ്യാം. 2024 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ ജയകുമാർ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു കെ ജയകുമാർ. അദ്ദേഹം ചില ഗാനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, സിനിമ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. സാഹിത്യ ലോകത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കെ ജയകുമാറിന്റെ പോയട്രി കവിതയായിട്ടുള്ള പിങ്കള കേശിനിക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിക്കുന്നത്. പിങ്കള കേശിനി എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു സമാഹാരമായിരുന്നു. കെ ജയകുമാറിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. 2024 തന്നെ PK രാധാമണിക്ക് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന് പറയുന്ന ഒരു വിവർത്തനം ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. PK രാധാമണിക്ക് ലഭിക്കുന്നുണ്ട്. 2023 EV രാമകൃഷ്ണന് അദ്ദേഹത്തിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ട പഠനം മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക് പഠനത്തിന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ. അപ്പൊ നോക്കൂ, നിങ്ങൾ പോയട്രിക്ക് അവാർഡ് ഉണ്ടാകുന്നുണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, അല്ലെ, പഠനത്തിനുണ്ട്. മനസ്സിലാവുന്ന പല തലങ്ങളിലായിരിക്കും അവാർഡ് ലഭിക്കുക. 2023 എന്താണ് ഭാഷാ സമ്മാൻ. 2023 ഭാഷാ സമ്മാൻ KG പൗലോസിനാണ് ലഭിക്കുന്നത്. 2022 M തോമസ് മാത്യു ക്രിറ്റിസിസം. മനസ്സിലാവുന്നുണ്ടോ? ക്രിറ്റിസിസം എന്ന് വെച്ചാൽ എന്താണ്? അതിനെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ് ഒന്നുകൂടി അതിനെന്താണ് വിമർശനാത്മകമായിട്ടുള്ള പഠനം. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ആശാന്റെ സീതായനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം
അതിനാണ് എന്ത് ചെയ്യുന്നത് എം തോമസ് മാത്യുവിന് അവാർഡ് ലഭിക്കുന്നത്. 2021 ജോർജ് ഓണക്കൂറിനാണ് അവാർഡ് ലഭിക്കുന്നത്. എന്തായിരുന്നു? ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പ് മെമ്മോയറിനായിരുന്നു അവാർഡ് ലഭിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്ന ആദ്യ മലയാളി, ഫസ്റ്റ് മലയാളി എന്ന് പറയുന്നത് ആർ നാരായണ പണിക്കർ ആയിരുന്നു. ഭാഷാ സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന നമ്മുടെ മലയാള ഭാഷയുടെ ഒരു സാഹിത്യ ചരിത്രത്തിനെ പറ്റിയിട്ടുള്ള കൃതിക്കാണ് ആർ നാരായണ പണിക്കർക്ക് ആദ്യത്തെ അവാർഡ് ലഭിക്കുന്നത്. ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുന്ന ആള് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആദ്യത്തെ ഫെലോഷിപ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ആദ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ആർ നാരായണ പണിക്കർക്ക് ഭാഷാ സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന കൃതിക്ക് വേണ്ടിയാണ്. അവസാന വർഷങ്ങളിൽ അവാർഡ് ലഭിച്ച രണ്ടുപേർ ആരൊക്കെയാണ്? കെ ജയകുമാർ പോയട്രി പിങ്കള കേശിനി, പി കെ രാധാമണി അക്ഷരങ്ങളുടെ നിഴലിൽ, അത് വിവർത്തനം ട്രാൻസ്ലേഷനാണ് അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വേറിട്ട് നിന്ന പ്രശസ്തരായ രണ്ട് വ്യക്തികൾ. ഒരാൾ എന്ന് പറയുന്നത് സുധാമൂർത്തിയാണ്, ഫേമസ് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇംഗ്ലീഷ് ബാലസാഹിത്യത്തിന് സുധാമൂർത്തിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. ഇംഗ്ലീഷ് യുവ പുരസ്കാരം എന്ന് പറയുന്നത് ഈ അടുത്തായി ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനിരുദ്ധ് ഖനിസെത്തി എന്ന് പറയുന്ന ഒരു യുവ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള ലോർഡ്സ് ഓഫ് ഡെക്കാൻ എന്ന് പറയുന്ന പുസ്തകം വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കൃതി ഇദ്ദേഹത്തെ കുറച്ച് ഫേമസ് ആക്കി മാറ്റുകയാണ്. അദ്ദേഹത്തിനാണ് ഇംഗ്ലീഷ് യുവ പുരസ്കാരം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ തേടിയിട്ടാണ് ഇപ്രാവശ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് യുവ പുരസ്കാരം ലഭിക്കുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു വ്യക്തി, അത് യങ് ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിനാണ് ഇംഗ്ലീഷ് യുവ പുരസ്കാരം ലഭിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ മനു എസ് പിള്ളയിലെ ഐവറി ത്രോൺസ് ഒക്കെ എഴുതിയ മനു എസ് പിള്ളൈ, അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതാലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തന്നെ ബാലസാഹിത്യ പുരസ്കാരമുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്നെയാണ്. അതിൻ്റെ എന്താണ്, ബാലസാഹിത്യത്തിലുള്ള പുരസ്കാരങ്ങളാണ് ഇവ. 2010 മുതലാണ് ഈ അവാർഡ് ലഭിച്ചു കൊടുത്തു തുടങ്ങുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആദ്യത്തെ ബാലസാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് കിട്ടുന്നത് ആർക്കാണെന്ന് അറിയാമോ? നമ്മുടെ ഇങ്ങോട്ട് അത് സിപ്പി പള്ളിപ്പുറത്തിനാണ്. ഏതാണ്? സിപ്പി പള്ളിപ്പുറം. മലയാളി ആയിട്ടുള്ള ഒരാൾക്ക് ആദ്യത്തെ ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് സിപ്പി പള്ളിപ്പുറത്തിനാണ്. അപ്പം മലയാള ഭാഷയിലെ ബാലസാഹിത്യകാരന്മാർക്കുള്ള അവാർഡ്, അതായത് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എല്ലാ ഭാഷകളിലും എന്ത് കൊടുക്കാറുണ്ട്. എല്ലാ ഭാഷയിലെയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിയേഷൻ വരികയാണെങ്കിൽ അതിന് അവാർഡ് ലഭിക്കും. സിപ്പി പള്ളിപ്പുറം ഏതാണ്? ഒരിടത്ത് ഒരു കുഞ്ഞുമണി, ഒരിടത്ത് ഒരു കുഞ്ഞുണ്ണി എന്ന് പറയുന്ന കൃതിക്കാണ് ചെയ്യുന്നത് അവാർഡ് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ അവാർഡ് സിപ്പി പള്ളിപ്പുറത്തിനാണ് ചെയ്യുന്നത് മലയാളി ആയിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്നത്. 2022 ബാലസാഹിത്യ പുരസ്കാരം സേതുവിനാണ്, ചേക്കുട്ടി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ഇത് ചോദ്യം വന്നിട്ടുണ്ട്. 2023 പ്രിയ ASനാണ് ലഭിക്കുന്നത്. എന്താണ്? പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ. ഏതാണ്? പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ എന്ന് പറയുന്ന കൃതിക്കാണ് പ്രിയ ASന് 2023 അവാർഡ് ലഭിക്കുന്നത്. 2024 അവാർഡ് ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലം. ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലത്തിനാണ് അൽഗുരിതങ്ങളുടെ നാട്. ഈ പേരുകൾ, കൃതിയുടെ പേര്, ആളുടെ പേര് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 2024 ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയത് 2024 ഉണ്ണി അമ്മയമ്പലമാണ്. അൽഗുരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത് എന്ന് പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് മുതൽ തുടങ്ങി ആദ്യത്തെ അവാർഡ് ആർക്ക്, കഴിഞ്ഞ 3 വർഷങ്ങളിലെ അവാർഡുകൾ ആർക്കെല്ലാം എന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാലസാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തന്നെ യുവ പുരസ്കാരമാണ്. അതായത് യങ് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള യുവതികളുമായിട്ടുള്ള എഴുത്തുകാരെക്കുറിച്ച് അവർക്കുള്ള അവാർഡുകളാണ്. 2011 മുതലാണ് 24 ഭാഷകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. 22 നമ്മുടെ ഭാഷകളും പിന്നീടുള്ള ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളും ചേർന്നിട്ട് 24 ഭാഷകളാണുള്ളത്. ഫസ്റ്റ് അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് സുസ്മേഷ് ചന്ദ്രോത്താണ്. ആരാണ്? സുസ്മേഷ് ചന്ദ്രോത്താണ്. മരണവിദ്യാലയം. ഏതാണ്? മരണവിദ്യാലയം എന്ന് പറയുന്ന കൃതിക്കാണ് സുസ്മേഷ് ചന്ദ്രോത്ത് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള അവാർഡ് ലഭിക്കുന്നത്. ഇനി കഴിഞ്ഞ 3 വർഷങ്ങളിൽ അവാർഡുകൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2022 യുവ പുരസ്കാരം ലഭിക്കുന്നത് അനഘ ജെ കോലത്തിനാണ്. ആർക്കാണ്? അനഘ ജെ കോലത്തിനാണ്. ഏതാണ്? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന് പറയുന്ന കൃതിക്കാണ് അനഘ ജെ കോലത്തിന് അവാർഡ് ലഭിക്കുന്നത്. 2023 അവാർഡ് ഗണേഷ് പുത്തൂരിനാണ് ലഭിക്കുന്നത്. അച്ഛൻ്റെ അൽമാര എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. അച്ഛൻ്റെ അൽമാര എന്ന് പറയുന്ന കൃതിക്ക് ഗണേഷ് പുത്തൂരിനാണ് മലയാളത്തിലെ യുവ പുരസ്കാർ 2023 ലഭിക്കുന്നത്. 2024 മലയാളത്തിലേക്കുള്ള യുവ പുരസ്കാർ ലഭിക്കുന്നത് ശ്യാം കൃഷ്ണൻ ആറിനാണ്. അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് മീശക്കള്ളൻ എന്ന് പറയുന്ന കൃതിയാണ്. മീശക്കള്ളൻ എന്ന് പറയുന്ന കൃതിക്ക് 2024 ശ്യാം കൃഷ്ണൻ ആറിന് ചെയ്യുകയാണ്, അവാർഡ് ലഭിക്കുകയാണ്.
ഓക്കെ അല്ലേ? സോ യുവ പുരസ്കാറുമായി ബന്ധപ്പെട്ട കാര്യവും കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ അവാർഡുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആദ്യ അവാർഡ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഏത് വർഷം മുതൽ കൊണ്ടുവന്നു, എത്ര ഭാഷകളിലേക്കാണ് അവാർഡ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്ത അവാർഡിലേക്ക് നമ്മൾ പോവുകയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 അവാർഡാണ് അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ ഓരോ വിഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. പോയട്രി, കവിതയിൽ കൽപ്പറ്റ നാരായണനാണ് അവാർഡ് ലഭിക്കുന്നത്. ഏതാണ്? അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ്, കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾക്കാണ് പോയട്രി വിഭാഗത്തിൽ, കവിതാ വിഭാഗത്തിൽ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 ലഭിക്കുന്നത്. മികച്ച നോവലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹരിത സാവിത്രിയുടെ സെൻ എന്ന് പറയുന്ന നോവലായിരുന്നു. ഹരിത സാവിത്രി ഇതിനു മുൻപ്, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പോ മറ്റോ, അവർ യാത്രാ വിവരണം എന്ന് പറയുന്ന വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 21 മറ്റോ ഇതേ ഹരിത സാവിത്രിക്ക് യാത്രാ വിവരണ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി അപ്പോൾ നോവൽ ഹരിത സാവിത്രിക്ക് സെൻ എന്ന് പറയുന്ന നോവലിന്. സ്റ്റോറി, മികച്ച കഥയ്ക്കുള്ള അവാർഡ് ലഭിക്കുന്നത് എൻ രാജനാണ്. ആ കഥയുടെ പേര് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന കഥയ്ക്കാണ്. ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന് പറയുന്ന കഥയ്ക്ക് എൻ രാജനാണ് മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2023 ലഭിക്കുന്നത്. നാടകം, ഡ്രാമ വിഭാഗത്തിൽ ഗിരീഷ് പി സിക്കാണ്. ഗിരീഷ് പി സിക്ക് ഇ ഫോർ ഒഡീപ്പസ്, ഏതാണ്? ഇ ഫോർ ഒഡീപ്പസ് എന്ന് പറയുന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലിറ്റററി ക്രിറ്റിസിസം. ഏതാണ്? ലിറ്റററി ക്രിറ്റിസിസം, അതായത് എന്താണ്? ഒരു രചനയെ എടുക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? വിമർശനാത്മകമായിട്ടുള്ള രചനകൾ, അല്ലെ? അത് പി പവിത്രൻ. ഭൂപടം തലതിരിക്കുമ്പോൾ. ഏതാണ്? ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. ട്രാവലോഗ്, യാത്രാ വിവരണം എന്ന തലത്തിൽ നന്ദിനി മേനോനാണ് ലഭിക്കുന്നത്. ആംചോ ബസ്താർ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. കുട്ടികൾക്കായിട്ടുള്ള ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഗ്രേസി ആണ് അവാർഡിന് അർഹയാകുന്നത്. പെൺകുട്ടിയും കൂട്ടുകാരും എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. ഏതിനാണ് ലഭിക്കുന്നത്? പെൺകുട്ടിയും കൂട്ടുകാരും എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ ഭാഗം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ല ആ ഭാഗത്ത് എന്ന് വിചാരിക്കുകയാണ്. കൃത്യമാണ് എന്ന് എന്ത് ചെയ്യുന്നു? വിചാരിക്കുന്നു. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് 2023 അവാർഡുകൾ, വിവിധ കാറ്റഗറികളിലായിട്ട് ലഭ്യമായിട്ടുള്ള അവാർഡുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളില്ല ആ ഭാഗത്ത് എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത അവാർഡിലേക്ക് നമുക്ക് പോകാം. ഹരിവരാസനം പുരസ്കാരം എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഗവൺമെന്റ് ഓഫ് കേരളയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ട്രാവൻകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന ഒരു അവാർഡാണ്. ഇനി എന്തിനാണ് ഈ ഹരിവരാസനം പുരസ്കാരം നൽകുന്നത്? ഇത് നോക്കൂ. കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് പ്രൊപ്പഗേഷൻ ഓഫ് സെക്യുലറിസം, ഇക്വാനിമിറ്റി ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് ശബരിമല ത്രൂ മ്യൂസിക്. ശബരിമല എന്ന് പറയുന്ന ആ ഒരു ആരാധനാ കേന്ദ്രം പുറത്തേക്ക് കൊടുക്കുന്ന മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും മറ്റും ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ ആരെല്ലാമാണോ വർക്ക് ചെയ്തിട്ടുള്ളത് ആ ആളുകൾക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭ്യമാക്കുന്നത്. 2012 KJ യേശുദാസനാണ് പ്രഥമ ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത്. 2023 ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കുന്നു. 2024 വീരമണിദാസന് അത് ലഭിക്കുന്നു. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് അവാർഡ് ലഭിക്കുകയാണ്. ഹരിവരാസന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട പ്രധാന പോയിന്റുകൾ, അതാരെല്ലാം ചേർന്ന് നൽകുന്നു, അത് എന്തിനു നൽകുന്നു. പ്രഥമ പുരസ്കാരം KJ യേശുദാസ്, അവസാനം 3 വർഷം. അതിൽ അവസാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം മറക്കാതിരിക്കുക. അടുത്ത അവാർഡിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പത്മപ്രഭ പുരസ്കാരം. പത്മപ്രഭ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഫ്രീഡം ഫൈറ്റർ ആൻഡ് സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഒരു സോഷ്യലിസ്റ്റ് ആൻഡ് ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള ഒരു ആളായിരുന്നു പത്മപ്രഭ. പത്മപ്രഭയുടെ പേരിലുള്ള ഒരു അവാർഡാണ്. ആദ്യത്തെ പത്മപ്രഭ പുരസ്കാരം 1996 ഉണ്ണികൃഷ്ണൻ പുത്തൂരിനാണ് ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പുത്തൂരിനാണ് 1996 ആദ്യത്തെ പത്മപ്രഭ പുരസ്കാരം, പ്രഥമ പത്മപ്രഭ പുരസ്കാരം ലഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം 1997 അത് പൊൻകുന്നം വർക്കിക്കാണ് ലഭിച്ചിരുന്നത്. ആദ്യ വനിത, പത്മപ്രഭ പുരസ്കാരം നേടുന്ന ആദ്യ വനിത 1999 അവാർഡ് ലഭിച്ച ശ്രീമതി M ലീലാവതി ടീച്ചർ ആയിരുന്നു.
സുഭാഷ് ചന്ദ്രന് 2023 അവാർഡ് ലഭിക്കുന്നു. റഫീഖ് അഹമ്മദിന് പത്മപ്രഭ പുരസ്കാരം 2024 ലഭിക്കുന്നു. ആലങ്കോട് ലീലാകൃഷ്ണന് ഈ അടുത്ത് 2025 പത്മപ്രഭ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അവസാനമായി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ 2025, 2024 റഫീഖ് അഹമ്മദ്, 2023 സുഭാഷ് ചന്ദ്രൻ, ആദ്യ വനിതയായിട്ടുള്ള എം ലീലാവതി ടീച്ചർ, പൊൻകുന്നമർക്ക് 97 രണ്ടാമത്തെ അവാർഡ്, ആദ്യ അവാർഡ് 996 ഉണ്ണികൃഷ്ണൻ പുത്തൂര്. കൃത്യമാണല്ലോ, സംശയങ്ങളില്ല എന്ന് വിശ്വസിച്ച് അടുത്ത അവാർഡിലേക്ക് പോവുകയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 3 ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ അവാർഡ് തുക. ആദ്യത്തെ അവാർഡ് ലഭ്യമാക്കുന്നത് തിക്കൊടിയനാണ്. 2001 തിക്കൊടിയന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. തിക്കൊടിയന്റെ അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതിയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതി. ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓരോ രചയിതാവിന്റെയും കൃതികളും മറ്റ് പ്രത്യേകതകളും പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ക്ലാസ് തീരില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിച്ച ആളുകളെ വേഗത്തിൽ കവർ ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ആളുകളുടെ പ്രത്യേകതകളോ അവരുടെ മറ്റ് അവാർഡുകളോ അല്ലെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള എക്സ്ട്രാ വിവരങ്ങളോ പറഞ്ഞു പോകാൻ നിന്നാൽ ഓരോ വ്യക്തിയെക്കുറിച്ചും ഒരുപാട് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവാർഡുകൾ ലഭിച്ച ആളുകളെ നമ്മൾ മാക്സിമം കവർ ചെയ്യുകയും അവാർഡുകളുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആദ്യത്തെ അവാർഡ് തിക്കൊടിയൻ 2001. ആദ്യ വനിത ഈ അവാർഡ് ലഭ്യമാക്കുന്നത് എം ലീലാവതി ടീച്ചർ തന്നെയാണ്. 2012 മാതൃഭൂമി പുരസ്കാരം ഒരു വനിതയ്ക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നത്. 2022 സേതു, 2023 സക്കറിയ, 2024 സാറ ജോസഫ്. ഇങ്ങനെയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ അവസാന വർഷങ്ങൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമ്മൾ ചർച്ച ചെയ്തു. ഇനി JCB സാഹിത്യ പുരസ്കാരം. ഈ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് ധാരാളം ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ്. അതിന് പ്രധാന കാര്യങ്ങളിലൊന്ന് അതിന്റെ പ്രൈസ് മണി തന്നെയാണ്. 25 ലക്ഷം രൂപ ഏറ്റവും അധികം പ്രൈസ് മണി നിലവിൽ ലഭ്യമായിട്ടുള്ള സാഹിത്യ പുരസ്കാരം ഇന്ത്യയിലെ JCB പുരസ്കാരമാണ്. അതൊരു പ്രൈവറ്റ് ഏരിയ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിലുള്ള ഒരു അവാർഡ് അല്ല എന്ന് മനസ്സിലാക്കുക. 2024 JCB പുരസ്കാരം ലഭിക്കുന്നത് ഉപമന്യു ചാറ്റർജിക്കാണ്. അദ്ദേഹത്തിന്റെ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ഇത് അധികവും ഇംഗ്ലീഷ് കൃതികൾക്കാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് കൃതികളാണ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കൃതിക്കാണ്, ഉപമന്യു ചാറ്റർജിയുടെ കൃതിക്കാണ് അവാർഡ് ലഭിക്കുന്നത്. 2024 കാര്യമാണ് നമ്മൾ ലേറ്റസ്റ്റ്. ഇനി 2023 പെരുമാൾ മുരുകന്റെ ആളണ്ട പക്ഷി അതാണ് ആളണ്ട പക്ഷി, അതായത് ഇങ്ങനെ ആളിക്കത്തേണ്ട പക്ഷി എന്നർത്ഥമുള്ള ഫയർ ബേർഡ് എന്ന് പറയുന്ന കൃതി. അത് ജനനി കണ്ണനാണ് എന്ത് ചെയ്യുന്നത്, ഇത് തമിഴിൽ നിന്ന് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത്. മനസ്സിലാവുണ്ടോ? ആളണ്ട പക്ഷി എന്ന് പറയുന്ന പെരുമാൾ മുരുകന്റെ കൃതി ഫയർ ബേർഡ് എന്ന പേരിലേക്ക് മാറ്റിയത് ജനനി കണ്ണനായിരുന്നു. ഈ കൃതിക്കാണ് JCB പുരസ്കാരം 2023 ലഭിക്കുന്നത്. 2022 അവാർഡ് ഖാലിദ് ജാവേദിനായിരുന്നു. ദ പാരഡൈസ് ഓഫ് ഫുഡ് നേമത്ത് ഖാന എന്ന് പറയുന്ന കൃതിക്ക് ഖാലിദ് ജാവേദിന്റെ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന കൃതിക്കാണ് 2022 അവാർഡ് ലഭിക്കുന്നത്. 2021 അത് M മുകുന്ദനായിരുന്നു. ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2020 അത് S ഹരീഷിന്റെ മീശയ്ക്കായിരുന്നു ലഭിച്ചത്. 2018 ബെന്യാമിൻ എന്ന് പറയുന്ന നമ്മളുടെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹത്തിനാണ് ആദ്യത്തെ അവാർഡ് ലഭിക്കുന്നത്. ജാസ്മിൻ ഡേയ്സ് അഥവാ മുല്ലപ്പൂ മണമുള്ള പകലുകൾ, മുല്ലപ്പൂ നിറം അല്ലെങ്കിൽ മുല്ലപ്പൂ മണം ഏതോ ഒന്നുള്ള ദിനങ്ങൾ. ക്ഷമിക്കണം എന്നോട്, എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി. അത് നിറമായിരുന്നോ മണമായിരുന്നോ എന്ന് ഞാൻ ആ കൃതി വായിച്ചിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന അത് ഷഹനാസ് ഹബീബാണ് ഈ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറഞ്ഞ കൃതിയെ ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്നതിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ആരായിരുന്നു? ഷഹനാസ് ഹബീബായിരുന്നു. കൃത്യമാണല്ലോ. സംശയങ്ങളില്ല, ആ ഭാഗത്ത് നിന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അത് അടുത്ത അവാർഡിലേക്ക് നമുക്ക് കടക്കാം. P. കേശവദേവ് ലിറ്റററി അവാർഡ് 2005 ആദ്യ പുരസ്കാരം ഡോക്ടർ ഇന്ദ്രബാബുവിനാണ് ലഭിക്കുന്നത്. അവസാനത്തെ 2 അവാർഡുകൾ 2023 ആർക്കൊക്കെയാണ്? ദേശമംഗലം രാമകൃഷ്ണൻ, D രാമകൃഷ്ണനും 2024 അടൂർ ഗോപാലകൃഷ്ണനുമാണ് P. കേശവദേവ് ലിറ്റററി അവാർഡുകൾ ലഭിക്കുന്നത്. 2024 അടൂർ ഗോപാലകൃഷ്ണനും 2023 ദേശമംഗലം രാമകൃഷ്ണനും. ഇനി ONV ലിറ്റററി അവാർഡ് 2017 അത് ആരംഭിക്കുന്നത്. സുഗതകുമാരി ടീച്ചറാണ് ആദ്യത്തെ അവാർഡിന് അർഹയാകുന്നത്. 2022 T പത്മനാഭൻ, 2023 C രാധാകൃഷ്ണൻ, 2024
പ്രതിഭ റായ് എന്നിവർക്കാണ് ONV സാഹിത്യ പുരസ്കാരം ലഭ്യമാക്കുന്നത്. ആദ്യ അവാർഡ് 2017 സുഗതകുമാരി ടീച്ചർ, അവസാനത്തെ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് 2024 പ്രതിഭ റായ്. കൃത്യമാണല്ലോ. 2 അവാർഡുകൾ കൂടി നമ്മൾ കണ്ടു. ഇനി അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബഷീർ അവാർഡ്. ബഷീർ അവാർഡിന്റെ മെമന്റോ പുരസ്കാരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് CN കരുണാകരനാണ്. CN കരുണാകരൻ ഡിസൈൻ ചെയ്ത മെമന്റോ ആണ് ബഷീർ അവാർഡിനോടൊപ്പം കൊടുക്കുന്നത്. 2008 ആദ്യ പുരസ്കാരം, പ്രഥമ പുരസ്കാരം N പ്രഭാകരനാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യത്തെ അവാർഡ് ലഭ്യമാക്കുന്നത്. അവസാന 3 വർഷങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2022 M മുകുന്ദൻ നൃത്തം ചെയ്യുന്ന കഥകൾ എന്ന് പറയുന്ന കൃതിക്ക് അവാർഡ് നേടുകയുണ്ടായി. 2023 E സന്തോഷ് കുമാർ നരകങ്ങളുടെ ഉപമ, ഏതാണ്, ക്ഷമിക്കണം, നരകങ്ങളുടെ അല്ല, നാരകങ്ങളുടെ ഉപമ, നാരകങ്ങളുടെ ഉപമ എന്ന് പറഞ്ഞ കൃതിക്ക് E സന്തോഷ് കുമാറിന് 2023 2024 PN ഗോപികൃഷ്ണൻ, ഓർത്തു വെക്കുക, ലാസ്റ്റ് അവാർഡ് കവിത മാംസഭോജിയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. 2024 PN ഗോപികൃഷ്ണനും ഈ അവാർഡിന് അർഹൻ ആവുകയാണ്. അപ്പോൾ ആദ്യ അവാർഡ്, അവസാന അവാർഡ് പ്രത്യേകം ഓർത്തിരിക്കുക. CN കരുണാകരനാണ് മെമന്റോ ഡിസൈൻ ചെയ്തത് എന്ന കാര്യവും ഓർക്കുക. ഇനി അവസാനത്തെ നമ്മളുടെ ചർച്ച അക്കിത്തം അവാർഡിനെ കുറിച്ചാണ്. 2021 MT വാസുദേവൻ നായർക്ക് ആദ്യ അവാർഡ് ലഭിക്കുന്നു. 2022 ശ്രീകുമാരൻ തമ്പി, 2023 KP ശങ്കരൻ. ഇനി ഈ അവാർഡുകൾ ഓരോന്നും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തതിൻ്റെ അടുത്തായി കുറച്ച് സ്ഥലം വിടുക. എന്നിട്ട് ഇനി 2 വർഷത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും എക്സാമുകൾ നോക്കുന്ന സമയത്ത് ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, അഡീഷൻസ് വരുന്നത് എഴുതി ചേർക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇവ പഠിക്കാനും മനസ്സിലാക്കി വെക്കാനും ശ്രദ്ധിക്കുക. ഏതെങ്കിലും അവാർഡുകൾ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവ കമൻറ്റിലായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്താനും ശ്രമിക്കുമല്ലോ. താങ്ക് യു എവരിവൺ.